Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 5ൻ്റെ എപ്പിസോഡ് 8ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഏകദേശം ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് നമ്മൾ കോട്ട പാകാറായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ലൈറ്റ് നോവൽ മാത്രമേ ഉള്ളൂ. ലൈറ്റ് നോവൽ ആണെങ്കിൽ ഞാൻ കാണും വലിയ കോട്ടപ്പായിട്ടുമില്ല, എനിക്കതിൽ വലിയ പിടുത്തമില്ല. സോ നമ്മളെന്തായാലും മറ്റൊരു മാൻഹോയിലേക്ക് പോകുന്നതായിരിക്കും എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ നമ്മുടെ കൂട്ടത്തിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതായത് ലുക്കിസം, നാനോ മെഷീൻ, ഇതേപോലത്തെ കുറച്ചധികം സീരീസുകളാണ് എൻ്റെ മനസ്സിലുള്ളത്. ലുക്കിസം പേഴ്സണലി എല്ലാവരും അത് സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാര്യം അതിൻ്റെ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ ആർട്ട് വർക്ക് എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഏകദേശം ഒരു 10-40 എപ്പിസോഡോളം ഭയങ്കര പാടായിരിക്കും എല്ലാവർക്കും സർവൈവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് സീരീസാണ് ഞാൻ അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് നമ്മുടെ യൂട്യൂബിലെ പോളിൽ പോയി പോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് എന്തായാലും ഈ സീരീസ് തീരാൻ നേരത്ത് ആ ഒരു സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കിടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം നമ്മുടെ ആർത്തറിന് തന്റെ പഴയ ജന്മത്തിലെ കുറച്ചധികം ഓർമ്മകൾ കിട്ടിയിരുന്നു. അങ്ങനെ ഈ ചാപ്റ്ററിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് സിൽവിനെയാണ് കാണിക്കുന്നത്. ആൾ പറയുന്നുണ്ട്, ആർത്തർ എഴുന്നേക്ക്, നമ്മൾ ആ ബോർഡർ എത്താറായി. ആർത്തറാട്ടെ തന്റെ ഉറക്കത്തിൽ നിന്ന് ഒന്ന് എഴുന്നേക്കത്താണ് പെട്ടെന്ന് അവൻ്റെ കാല് വേദനിക്കുന്നത്. നീ ശരിക്കും ലക്കിയാണ്, നിന്റെ കാലിപ്പോൾ വർക്കെങ്കിലും ആകുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ ഗ്രാൻഡ് മേവിനെ അപേക്ഷിച്ച് നോക്കാത്ത ആ വിപം പാത്തിലേക്ക് വലിയ നോളജ് ഒന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അതൊക്കെ പറയണത്? നിനക്കോട്ട് പറ്റുമെന്ന് നീ ചെയ്തില്ലേ, അത് തന്നെ മതി. ഞാൻ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഫൈനാണ്. ആർത്തർ, നിന്റെ സസ്പീഷൻസ് ഒക്കെ റൈറ്റ് ആയിരിക്കുമോ? നിനക്ക് ഉറപ്പല്ലേ ഈ കാര്യം? അല്ല, നമ്മുടെ സ്റ്റേജും കൂടെ നോക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തില്ല, പക്ഷേ എന്തായാലും നമ്മൾ അവിടെ ഒന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്യണം. വിറിനും ഞാനും കൂടെ ഇതിനു മുമ്പ് ടോപ്സിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് വന്നിരുന്നു, ഒരു പ്ലാൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ ചെറുതായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. അല്ലാതെ പിന്നെ നമുക്ക് മറ്റു മാർഗമൊന്നുമില്ലല്ലോ. പക്ഷേ ഇവിടെ എല്ലായിടത്തും ആ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയല്ലേ, ഇവിടുന്ന് കൃത്യമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തറാട്ടെ ഒരു ക്ലിഫിന്റെ സൈഡിൽ നിൽക്കുന്നതാണ്. ഈ സമയത്ത് തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്, സിൽവി, എനിക്ക് തോന്നുന്നു ഞാനത് കണ്ടെത്തിയെന്നാണ്. ഇവിടെ എന്തോ ഒരു സീക്രട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർത്തർ, നീ മേളിൽ നോക്കാതെ താഴത്തേക്കൊന്ന് നോക്ക്. ആ, നീ പറഞ്ഞത് ശരിയാണ്, അവരുടെ ഹൈറ്റ് കൂടെ ഞാൻ കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് ആർത്തർ തന്റെ കൈ അവിടെ വെക്കാൻ നിർത്തി. പെട്ടെന്നായിരുന്നു എന്തോ ഒരു കാര്യം അവിടെ ഓണായത്. പക്ഷേ അതിന് എർത്ത് ആട്രിബ്യൂട്ടുള്ള മാനാക്കി തന്നെ വേണമായിരുന്നു. ആർത്തറിനെ കൊണ്ട് കറന്റ് അത് സാധിക്കത്തില്ലായിരുന്നു. ശരിയാണ്, ഇപ്പം ഇതെന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ മറ്റൊരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ പുള്ളിക്കാരൻ്റെ റിലം ഹാർട്ട് ഫോമായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ മാൻ ആർട്സ് ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ഫർദറായിട്ട് പുഷ് ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനെ അത് യൂസ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് അത് നന്നായിട്ട് ചുമക്കുന്നുണ്ട്. കാര്യം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല, ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കൈ എൻ്റെ അകത്തേക്ക് ഇടിയും അതായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ വലിയൊരു പാറ്റേൺ അവരുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടും. ഞാൻ ഒരിക്കലും ഓർത്തില്ല റിലം ഹാർട്ട് യൂസ് ചെയ്ത് ഇത് ചെയ്യാൻ സാധിക്കുന്നു. പെട്ടെന്നായിരുന്നു ഒരു വലിയൊരു ഗേറ്റ് പോലെ എന്തോ അവരുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് പതുക്കെ തുറന്നത്. കണ്ടേ, ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഡ്രാഗൺസ് ഒരിക്കലും പോലും റിലം ഹാർട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ശരിയാണ്, നിന്നെ പപ്പ എന്ന് വിളിക്കാൻ വരെ എനിക്കിപ്പോൾ നാണക്കേട് തോന്നുന്നുണ്ട് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടി, എന്തോടി പറയുന്നത്? നിന്നെ വിരിയിച്ചത് തന്നെ ഞാനല്ലേ? ആ, മതി, എന്തായാലും എൻ്റെ തോളത്ത് കയറിക്കോ. ഇനി എന്തായാലും മിറാജ് വാക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കണ്ടെത്തുന്നതാണ്. അങ്ങനെ ആർത്തറും സിൽവിയും കൂടെ മുന്നിലേക്ക് മിറാജ് വാക്ക് യൂസ് ചെയ്തുകൊണ്ട് നടക്കുവാണ്. അങ്ങനെയാണ് ആർത്തർ ആ ഒരു കാഴ്ച കണ്ടത്. അതായത് ഒരു വലിയൊരു ഗുഹയായിരുന്നു. അതിൻ്റെ താഴത്ത് ഒരു വലിയൊരു ഗേറ്റും അതിൻ്റെ അകത്തൂടെ കുറച്ചധികം പേരും ഇറങ്ങി വരുന്നുണ്ട്. നീ പറഞ്ഞത് ശരി തന്നെയായിരുന്നു ആർത്തർ. റാസ് അലക്രിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് കുറച്ചധികം അലക്രിൻസ് പറയുന്നുണ്ട്, എനിക്ക് ഈ നായകൾ ഡ്രാസിനൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് ഇനി തിരിച്ചെത്താനായിട്ട് പോകുന്നത്? തിരിച്ചെത്താനോ? ആദ്യം പുതിയ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി ഫോക്കസ് ചെയ്യാനായിട്ട് തോന്നുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ആ വീടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ. ഈ ടൈമിൽ അവിടെ കൂടെ നടന്നുപോയ ഒരു അലക്രിനിട്ട പെട്ടെന്നായിരുന്നു ആ ഊട്ടിലൂടെ പുറത്തേക്ക് നോക്കുന്നത്. ആർത്തറാട്ടെ കറക്റ്റ് ടൈമിൽ തന്നെ സൈഡിലേക്ക് ഡോഡ് ചെയ്ത് മാറി. അതുകൊണ്ട് തന്നെ ആർത്തറിനെ അവൻ കണ്ടില്ല. ഗ്രേറ്റ് വിട്ര, ആസ്ഗർ, നീ അവിടെ എന്ത് ചെയ്യുവാണ്? ദേവനെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനോട് നിന്ന് പോകുന്നുണ്ട്. ഗ്രേറ്റ് ബ്ലഡ് വിട്രയോ? അത് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഗ്രാൻഡ് ഫാദർ എൻ്റെ അടുക്കെ ആഷുറസിന്റെ ഇന്റർവെൻഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സെഞ്ചുറീസിന് മുമ്പ് ഈ വിട്രയായിരുന്നു അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരെക്കാട്ടും കൂടുതൽ അഡ്വാൻസ് ആയിക്കൊണ്ടിരുന്നതും ഈ വിട്രയായിരുന്നു. അലക്രയിലും ഡിക്കാത്തനയിലും എല്ലാവരെയും കാട്ടും. ബേസിക്കലി അങ്ങനെ തന്നെയായിരിക്കണം ആ ഒരു ആർട്ടിഫാക്ട് എനിക്ക് കിട്ടിയത്. അത്രത്തോളം അഡ്വാൻസ്മെന്റ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാണ്, അത് ശരിക്കും പഴയ കാലമല്ലേ. എങ്കിൽ ഇന്ന് ആർട്ടിഫാക്ട്സ് ശരിക്കും ഒരു ഡ്രാസ്റ്റിക് ആയ ചേഞ്ചാണ് ആഷുറാസിൽ നിന്ന് ലെസർ ബീൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നത്തെ കാര്യം കുറച്ചൊരു സ്കേറി അല്ലേ.
മനസ്സിലായില്ലേ? അവർ അങ്ങനെയല്ലല്ലോ, ആർട്ടിഫാക്ട്സ് എന്ന രീതിയിലല്ലോ അത് യൂസ് ചെയ്യുന്നത്, അത് പ്രോഗ്രസ് ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ വന്ന കാര്യം നമുക്ക് മനസ്സിലായില്ല. തൽക്കാലത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ നേരെ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അത് കേട്ടത്. എല്ലാവരും പൊസിഷനിലേക്ക് നിൽക്കാൻ നോക്ക്, അവളിതാ വരുവാണ്. എന്ത്? ആര് വരുന്നു? പിന്നെ കാണിക്കുന്നത് ആ ഒരു ഗേറ്റാണ്. ഡോബ്സും അലക്രൻസും എല്ലാവരും തല കുമ്പിട്ട് താഴത്തേക്ക് നിൽക്കുവാണ്. പെട്ടെന്നാണ് ഒരു കാല് വന്നത്. അതിൻ്റെ പുറകിലൂടെ ഒരു തലയും കാണാം. ആ തലയിലല്ലേ മൂർച്ചയേറിയ 2 കൊമ്പുകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പ്യുവർ സൈലൻസ് ആയിരുന്നു. ഒരു മൊട്ട് സൂചി താഴത്ത് വീണാൽ വരെ അവിടെ മുഴങ്ങി കേൾക്കാവുന്ന രീതിയിലേക്ക് സൈലൻസ് എത്തിയിരുന്നു. ലേഡി സിന്തേ, ഇതെല്ലാം കാണുന്ന ആർത്തർ പറയുന്നുണ്ട്, ഒരു റിട്ടൈനർ ഡിഫീറ്റ് ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു സിന്തേനെ ഡിഫീറ്റ് ചെയ്യാനുള്ള പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് അപ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, കൾപ്രിറ്റ് എന്തേ? കമാൻഡർ, കൾപ്രിറ്റ് ഇവിടെയല്ല, അവർ നോർത്ത് കോസ്റ്റ് സ്റ്റേഷനിലാണുള്ളത്, സാപ്പിയനിലെ. താങ്കളുടെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുമായിരുന്നു. ഡോസ് എല്ലാവരും ഡിക്ക തന്നെ ബിട്രേ ചെയ്തെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ യുദ്ധത്തിൽ ജയിക്കാന്നുള്ള കോൺഫിഡൻസ് കൂടെ എനിക്കുണ്ടായിരുന്നു. ആ ടൈമിലാണ് അവർ ആലക്രൻ സോൾജർ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം പുതിയ സിന്തേൻ. അല്ല, ആ പുതിയ സിന്തേൻ ഇവിടേക്ക് വന്നില്ലല്ലോ. കമാൻഡർ ഊട്ടോനോട് പറഞ്ഞത് പുള്ളിക്കാരനെ ഞാൻ വരവേൽക്കണമെന്നായിരുന്നു. അവൻ ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല. കാര്യം അവൻ റെഡി ആയിട്ടില്ല. മെൽസറിയും വിസ്രയായിരുന്നാലും അവനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സത്യം പറഞ്ഞ സിൽവി വരെ അവളൊന്ന് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിധരിച്ചുപോയി. വെറുതെ അല്ല അവളൊരു സിന്ധിയാണെന്ന് പറഞ്ഞത്. അവൾ എന്തായാലും നല്ല സ്ട്രോങ്ങർ ആയുള്ള ഒരു ഒപ്പോണന്റ് തന്നെയായിരിക്കും. അതും എനിക്ക് വിചാരിക്കാൻ പറ്റാത്തത്രയും പവർ അവളുടെ ഉള്ളിലേക്ക് കാണും. എങ്കിലും അവളെ നിന്ന് കാണാൻ നേരത്തെ തന്നെ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു പേടി അത് തികച്ചും ഭയാനകമാണ്. പെട്ടെന്നാണ് സിൽവി ആ ഒരു കാര്യം പറഞ്ഞത്. ആർത്തർ, അവൾ നമ്മളെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആർത്തറും സിൽവിയും ഒരേപോലെ തന്നെ പേടിച്ച് വിറച്ച്. ലേഡീസിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ സമയത്ത് ആർത്തർ തന്റെ പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം അവിടെ ഒളിഞ്ഞിരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവളാട്ടെ തിരിഞ്ഞ് ആർത്തറിനെ നോക്കി നൈസിലൊന്ന് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് നടക്കുവാണ്. അവളുടെ നടക്കാൻ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രസൻസ് അതിഭീകരമായിരുന്നു. ആർത്തറും അവൾ ശരിക്കും പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ഞാനിവിടുന്ന് പറന്നു പോട്ടെ? വേണ്ട, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുറപ്പായിട്ട് നമ്മളെ കണ്ടെത്തുന്നതായിരിക്കും. ആർത്തർ, പക്ഷേ സിന്ധി നമ്മളെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്കിത് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം മിറാജ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാതെ ദൂരത്തേക്ക് പോകാം. അത് കഴിഞ്ഞ് മതി പറക്കുന്നത്. അല്ല, അത് എത്ര നേരം നീ മിറാജ് ഒക്കെ യൂസ് ചെയ്യും? ഞാൻ ബോധം കെടുന്നവരെ അത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് മാത്രം നീ എന്നെ കൊണ്ടുപോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആർത്തർ തൻ്റെ ഉള്ള ശക്തിയൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ അവിടുന്ന് നടന്ന് മുന്നിലേക്ക് പോകുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു ഫ്ലൈയിങ് ക്യാസിലാണ്. അവിടെ ആയിട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അല്ല യങ് ലേഡി, താങ്കളിവിടെ എന്തിനു നിൽക്കുവാണ്? സോൾജേഴ്സിന് ഇവിടെ നിൽക്കാൻ പാടില്ല. ഇവിടെ അത്യാവശ്യമായി ഒരാൾ വരാനുള്ളതാണ്. എനിക്കറിയാം, മെഡിക്സ് ഒക്കെ അതിനുവേണ്ടിയല്ലേ പ്രിപ്പയർ ആവുന്നത്. ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ക്യാപ്റ്റൻ. അതുകൊണ്ട് ആരും എൻ്റെ അടുക്ക് വന്ന് നിൽക്കാൻ പറയേണ്ട കാര്യമില്ല. ബ്രദറോ? നിന്റെ ബ്രദറാണ്. അവൻ്റെ പേര് ആർത്തർ ലെവൻ എന്നാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആൾട്ടിയർ ഒന്ന് ഞെട്ടി. ശരിയാണ്, ഫാമിലി തന്നെ ആ ഒരു റിസംബ്ലൻസ് കാണാറുണ്ട്. അല്ല, താങ്കൾ അവൻ്റെ കൂടെയാണോ ഉണ്ടായിരുന്നത്? ആ, നിന്റെ ബ്രദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ തന്നെ വെയിറ്റ് ചെയ്തോ, ഞാൻ പോകുവാണ്. മെഡിക്സ് എന്തായാലും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് തിരിയാൻ നേരത്താണ് പെട്ടെന്ന് അവൻ ഞെട്ടിധരിച്ചു പോയത്. കോപ്പ്, സിസ്റ്ററിന് ഓർമ്മ ഈ സമയത്ത് തന്നെ അവൻ ശരിക്കും പേടിച്ച് വിറച്ചിരുന്നു. എന്തായാലും ഇനി എങ്ങനെ വന്നാലും ആർത്തർ ഫാമിലിയിലേക്ക് ഒരിക്കലും ഞാൻ ഓടി കയറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തിരിഞ്ഞ് നടക്കുവാണ്. ഈ സമയത്ത് തന്നെ ആൾ പറയുന്നുണ്ട്, ശരിയാണ്, കുറച്ചധികം മെഡിക്സ് ഇത്തവണ ഉണ്ടല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തായാലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ചേട്ടൻ ശരിക്കും സ്ട്രോങ്ങറാണ്, പുള്ളിക്കാരന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിടത്താണ് പെട്ടെന്ന് സിൽവി മുകളിലേക്ക് പറന്ന് ഉയർന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൾ വന്ന് താഴത്ത് വീഴുവാണ് ഉണ്ടായത്. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവൾ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ആർത്തറും അവിടെ നിപ്പുണ്ടായിരുന്നു. ചേട്ടാന്നും വിളിച്ചുകൊണ്ട് അടുത്തേക്ക് പോയപ്പോൾ ബാക്കിയുള്ള മെഡിക്സ് എല്ലാവരും വന്ന് ആർത്തറിനെ പിടിക്കുന്നുണ്ട്. അല്ല, ഇതാ ലാൻസ് അല്ലേ, ഏറ്റവും ന്യൂസ് ലാൻസ്, ഇവന് ബോധമില്ലല്ലോ. പെട്ടെന്ന് സിൽവി സംസാരിക്കാനായിട്ട് തുടങ്ങി. അവൻ്റെ മാന കംപ്ലീറ്റ്ലി ഡിപ്ലേറ്റ് ചെയ്തിരിക്കുന്നു. അവനിപ്പോൾ ബോധമില്ലാതായിട്ട് ഏകദേശം 4 മിനിറ്റ് ആയിരിക്കുന്നു. അവൻ്റെ കൺട്രോൾ, ലെഗ്സിനുള്ള കൺട്രോളും കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. കെമിക്കൽ ബേൺസും അവൻ്റെ റൈറ്റ് സൈഡിലുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ ചെക്കൗട്ട് ചെയ്യാനായിട്ട് നോക്ക്. ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ എലിയായിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. സിൽവിക്ക് സംസാരിക്കാനായിട്ട് പറ്റുമായിരുന്നോ? ബൂവും അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ആണ്. അവൻ്റെ മാനക്കോറി നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രയോറിറ്റൈസ് കൊടുക്കണം. അതേപോലെ ബ്ലഡ് മാറുന്നതാണ്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അവൾ കിടന്ന് കാറുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് എലിയും പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നോക്കി നിൽക്കുവാണ്, എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. ആ സമയത്ത് തന്നെ അവർ പരസ്പരം ഒന്ന് നോക്കി തൻ്റെ തലയാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തർ പതുക്കെ തൻ്റെ കണ്ണ് തുറക്കുന്നതാണ്. ആർത്തർ, നീ എഴുന്നേറ്റോ? ഈ സമയത്ത് അവൻ കാണുന്നത് ബൂവിനെ എലീനയാണ്. അല്ല, അവർ രണ്ടുപേരും അവരെന്തായാലും നിന്റെ സൈഡ് വിട്ട് പോയിട്ടില്ല. അവരത്ര നേരം നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.
അല്ല എത്ര നേരമായി ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആർത്തർ ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഏയ് ഒന്ന് അടങ്ങിക്കിടന്നേ, നീ ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടില്ല. എൻ്റെ പേര് മെൻഡൽ എന്നാണ്. ഞാനാണ് ഈ ഫ്ലൈയിങ് കാസ്റ്റിലെ മെഡിക്കൽ ഹെഡ്. നിന്റെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. സോ നിന്റെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അല്ല കമാൻഡർ വിറിയൻ എന്തേ? അദ്ദേഹത്തിനോട് എനിക്കൊന്ന് സംസാരിക്കണം. ജനറൽ എന്നോട് ക്ഷമിക്കണം. കമാൻഡർ വിറിയൻ ഔഡിയറും പ്രൊഫസർ ഗ്ലോറിയായിട്ട് മറ്റേതോ സ്ഥലത്തേക്ക് പോയിരിക്കുവാണ്. ഓ അപ്പോൾ അവരെന്തായാലും സൗത്തേൺ ബോർഡറിലേക്കായിരിക്കും പോയിട്ടുള്ളത്. അവർ റിട്ടേണറിൻ്റെ ബോഡി തിരിച്ചെടുക്കാനായിട്ട്. അല്ല അവർ സിന്ധിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ? സിൽവി നീ എന്തായാലും അവരെ പോയി വാൺ ചെയ്യണം. അത് കൊള്ളാം, ഞാൻ വാൺ ചെയ്തിട്ട് നിന്നെ ഇവിടെ ഫ്രീ ആക്കി ഇടണമെന്നാണ് പറഞ്ഞത്. അത് ആ ഡോസ് നായകൾ ഇപ്പോൾ വിറ്ററുടെ കൂട്ടിയാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും നിന്റെ ബുദ്ധിയൊക്കെ ക്ഷയിച്ചു പോയോ ആർത്തർ? കോപ്പ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അല്ല അപ്പോൾ ആളുകളോ കമ്മിറ്റി വീറിന് മാത്രമേ അദ്ദേഹത്തിനെ പറ്റി അറിയാവുള്ളൂ. ജനറൽ അതിനൊക്കെ മുമ്പ് താങ്കളുടെ ഹെൽത്തിനെ പറ്റി താങ്കളൊന്ന് നോക്കണം. അപ്പോൾ നിങ്ങളെന്താ എന്നെ ഫുള്ളി ഡയഗ്നോസ് ചെയ്തോ? എന്തെങ്കിലും കുഴപ്പം? അതെ ഞങ്ങൾ കംപ്ലീറ്റ് ഡയഗ്നോസ് ചെയ്തിരുന്നു. ഞാൻ ഒരു കേപ്പബിൾ ഉള്ള ഒരു ഡീമനാണ്. ഇൻഡിവിജ്വൽ ലൈസ് വരെ എനിക്ക് നന്നായിട്ട് കാണാനും അത് ചെയ്യാനും പറ്റും. താങ്കളുടെ കാലിലുള്ള സ്കെൽട്ടൻ, മസ്കുലർ ആൻഡ് നെർവ് സിസ്റ്റം എല്ലാം ക്ലിയർലി തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജനറൽ താങ്കളുടെ ഇഞ്ചുറീസ് ഒക്കെ ശരിക്കും യൂണീക്കും അതേപോലെ കോംപ്ലക്സിറ്റി അടങ്ങിയതാണ്. താങ്കളുടെ ബോഡി ഇപ്പോഴും മാനക്കോർ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈവൻ താങ്കൾ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനല്ല ഞാൻ നിന്നല്ലേ താങ്ക്സ് പറയേണ്ടത്. പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ശരിക്കും പേടിച്ചിരുന്നു. അല്ല ട്രീറ്റ്മെൻറ്റോ? താങ്കളുടെ ലോവർ ബോഡി കംപ്ലീറ്റ്ലി ഹീൽഡ് ആയിട്ടുണ്ട്. പക്ഷേ അത് പെർഫെക്റ്റ് ആയിട്ടില്ല. താങ്കൾക്ക് ഇനിയും പ്രോപ്പർലി ഒന്ന് വോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മാനെ യൂസ് ചെയ്താൽ വോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ ബോൺസ് എല്ലാം ഞങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് ടിഷ്യൂസിൽ നിന്ന് തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. സോ അതത്ര എളുപ്പമായിരിക്കത്തില്ല. അതേപോലെ അത് ലോങ്ങും പെയിൻഫുൾ ഉള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. എങ്കിൽ മാത്രമേ താങ്കൾക്ക് കംപ്ലീറ്റ്ലി ഒന്ന് ക്യൂർ ആകാനും താങ്കളുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. സോ താങ്കളുടെ യേസ് കൂടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ സമയത്ത് ഇതെല്ലാം കേൾക്കാൻ നേരത്ത് സിൽവി ശരിക്കും പേടിച്ച് വരച്ചിരിക്കുവാണ്. അങ്ങനെ ആർത്തർ പറയുന്നുണ്ട്, ഓക്കെ എന്തായാലും അത് മുന്നോട്ട് കൊണ്ടുപോക്കോ, പക്ഷേ എൻ്റെ സിസ്റ്ററിനോട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയരുത്. ഈ സമയത്ത് എലിയോടെ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ അവരായിട്ട് ആ ഒരു ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യമൊക്കെ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് ബൂ എഴുന്നേക്കുകയും ചെയ്യും. പക്ഷെ ആർത്തർ അവർ ആക്ഷനോടുകൂടെ ബൂവിനോട് പറയും ചെയ്യും, മിണ്ടരുത്. താങ്കളുടെ കണ്ടീഷൻ അറിഞ്ഞതുകൊണ്ട് തന്നെ കമാൻഡർ വിറിയൻ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയുള്ള മേജേഴ്സ്, അത് എലൈറ്റ് മേജേഴ്സിനാണ് താങ്കളുടെ ഫുൾ സ്ട്രെങ്ത് റിക്കവർ ചെയ്യാനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ താങ്കൾ പേടിക്കേണ്ട കാര്യമില്ല. സെല്ലിയ ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണ്. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർത്തൻ്റെ തലയിലേക്ക് അവൾ കൈ തുറന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളുടെ കെയറിലായിരിക്കും. ആ സമയത്ത് തന്നെ സിൽവി പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. അങ്ങനെ ആർത്തൻ്റെ ബോധം കിടത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി എന്തായാലും നമ്മുടെ പരിപാടി തുറക്കാമെന്ന് പറഞ്ഞിട്ട് ആ കർട്ടൻ നടക്കാൻ പോയപ്പോഴാണ് സിൽവി പെട്ടെന്ന് അത് ശ്രദ്ധിച്ചത്. കാര്യം അത് നമ്മുടെ ടെസ്സിയായിരുന്നു. ടെസ്സിയായിട്ട് സൈഡിൽ കൂടെ നടന്നു പോകുന്നിടത്ത് ആ ഡോക്ടർ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഓപ്പറേഷൻ തുടങ്ങാനായിട്ട് പോകുവാണ്. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.